പറഞ്ഞപ്പോഴത്തേക്കും വന്ന ഈ സമ്പത്തിന്റെ വീട് അതാണ്ടാ. ഇത് തന്നെ കേട്ടാ ഇത് തന്നെ. ഇതാണോ നീ സാധനം എടുത്തോ? എന്തുവാണെങ്കിലും സംഭവിക്കാം, നോക്കി മതി. ഈ കാർ വിറ്റ് ആരെങ്കിലും ആണോ? എന്താടാ സമ്പത്തെ, ഓർമ്മയുണ്ടാ? സജി. അത് തന്നെ, സജിത്ത്, സൈത്തലാൽ ടെൻസി. സജി വൈപ്പിൻ. എടാ കാണടാ, എന്റെ ക്ലാസ്മേറ്റിനാ. ഇവന്മാര് പറയണേ ഞാൻ സ്കൂളിൽ പോയിട്ടില്ലെന്ന്. നമ്മളവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയൊക്കെ ഇവന്മാർക്ക് അറിയാമോ? സ്കൂളിൽ പഠിച്ചാണ്. സെറ്റാണല്ല. അപ്പൊ ഒരു പണി, നിങ്ങൾ വിട്ടോ, ഞാൻ വിളിക്കാം. ഈ ഏരിയ തന്നെ കാണണോട്ടാ. അപ്പൊ സാറേ ഓക്കെ, നിങ്ങൾ വിട്ടോളി, ഉറങ്ങൊന്നും വേണ്ട. എപ്പോ വേണമെങ്കിലും വിളി. ഇത് കേരയുടെ തലയടാ. ഇത് വെച്ചൊരു പൊളിയാണ്ട് കൊടുക്കാം. ജോയിമോൻ പറഞ്ഞിട്ട് പ്രത്യേകം കൊണ്ടാണ്. എവിടെ ഇവിടെ ബർത്ത്ഡേ പോയി? അല്ല, നീയും ആ വിളിച്ചിട്ട് വന്നാണോ? അല്ലാണ്ട് നീ വിളിച്ചിട്ട് വരാനാ? നീയൊന്നും നമ്മളെ വിളിക്കൂലല്ലടാ. നമ്മളൊക്കെ വലിയ ക്രിമിനൽസ് അല്ലേ. നീ എന്നാ മാരയുടെ അവിടെ നീ പോളേ? ഇല്ലട്ടാ, ഞാൻ പോകില്ല. എന്താ ഏട്ടാ, ഇവിടെ സേഫ് അല്ല. ക്ലാസ്സിൽ പഠിച്ചടാ. ഏട്ടാ, സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാകണം, നിങ്ങൾക്ക് അറിയാണ്ടാണ്. ഏട്ടാ ഇല്ല, ഞാൻ പോകില്ല. ഇവിടെ സേഫ് അല്ല, ഞാൻ പോകില്ല. അത്ര തന്നെ. എന്റെ പൊന്നു, എന്താട്ടാ അവിടെ വിശേഷം? ലൈറ്റ് പണി. നീ അവിടെ എന്താ സംഭവം പോയി നോക്ക്. ബെഞ്ചല്ലേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇവിടെ ബെഞ്ചല്ലേ. എന്റെ അടുത്ത് പറയണോട്ടാ, ഡീറ്റെയിൽസ് പറയണം. പോയിക്കോ, വേഗം പോയിക്കോ. ചെല്ല്. പുതിയ പയ്യനാണ്. ആ പാലക്കാടുള്ള സുഖോട്ടം പറഞ്ഞയച്ചാണ്. ഒടുക്കത്തെ ശല്യവും ഭയങ്കര ആത്മാർത്ഥ. കേറട്ടെ? വാ, കേറി വാ. ഞാൻ കുഞ്ഞുമോൻ. ഞാൻ കുഞ്ഞുമോൻ. ഞാൻ സജീവ് വൈപ്പിൻ. വൈപ്പിനോ? വൈപ്പിൻ. എന്റെ അമ്മയുടെ വൈപ്പില്ല. അപ്പൊ സെറ്റ് സെറ്റ്. ഇവിടെ വന്നിട്ട് ശരിയാവില്ല. ഞാൻ വന്നേക്കാം. ജോഷി എന്തെങ്കിലും കൂടെ വന്നു? കണ്ടില്ല. ചായ വേണം? അവിടെ സ്വർഗം പോലത്തെ ഭൂമി ഉണ്ടാട്ടെ ഈ അന്യനാട്ടിൽ വന്ന് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ റേഞ്ച് അല്ലല്ലോ മൂപ്പരുടെ ചിന്താഗതി. പിന്നെ ഈ ടീച്ചൻ പട്ടാളത്തിലായിരുന്നല്ലോ, പല പല നാട്ടിൽ ജീവിച്ച ആളാ. നമ്മളെപ്പോലെ മഞ്ഞും മലയും കോടയൊന്നും ഈ ഇട്ടിച്ചന് സെറ്റാവത്തില്ലായിരുന്നു. മൂപ്പര് സിറ്റിയുടെ ആളാ. കുറച്ചൊക്കെ എനിക്കറിയാം. അറിയാലോ, ജോലി കിട്ടി കൊച്ചി വന്ന ശേഷം ഇവരൊക്കെ ആയിട്ട് എനിക്ക് വലിയ കണക്ഷൻ വേണ്ടെന്ന് വെച്ചിട്ടല്ല മനസ്സിലായി. നീ വന്നൊരു പ്രശ്നം കഴിഞ്ഞ ക്രിസ്മസിന് കണ്ടതാ. എന്ത് പറ്റിയത്? അറ്റാക്കായിരുന്നു. എപ്പോൾ എടുക്കണം? കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എടുക്കും. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ അയാളുടെ മോനെന്ത് പറയാണ്ട്. അതെന്താ വരാത്തത്? എനിക്കറിയില്ല. എന്താണ്ടാ നിനക്കറിയാത്തത്? അതെ, എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ കേട്ടാ. ഈ വീട്ടുകാരാണ് ചിലങ്ങട്. എന്തൊക്കെ അറിയണം. കുരിശ്. താങ്ക്സ്. നിങ്ങളുടെ യൂണിയൻ തിരഞ്ഞെടുപ്പൊക്കെ എന്തായി? അത് മാറ്റി വെച്ചല്ലോ. ഓഹോ, പിന്നെ നിങ്ങളുടെ ഇല്ലേ സാറാമെത്തിയല്ലോ. അതെ, ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പോൾ വരാം. ട്രെയിൻ മിസ്സായി മാണിച്ചായ. കുഴപ്പമൊന്നുമില്ല ഇവിടെ. അകത്തേക്ക് ചെല്ലേ, അവരൊക്കെ ഉണ്ട് അവിടെ. ചെല്ലേ. മോനിച്ചൻ മോനാ ഇട്ടിച്ചൻ്റെ മൂത്തതാ സാറാമ്മ. അറിയില്ലേ, ചെറുപ്പത്തിലേ മടത്തിപ്പോയതാ.
ഈ ഇട്ടിച്ച് ഞങ്ങൾ ആരെന്തു പറഞ്ഞാലും കേൾക്കത്തില്ലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം മുഴുവനും അലച്ചിലായിരുന്നേ. പിന്നെ ഞാനും കൊച്ചു കുഞ്ഞും കൂടി വട്ടമിട്ട് പിടിച്ച ഒന്ന് കെട്ടിച്ച് വീട്ടിൽ ഇരുത്തി. അതിനുശേഷം എന്നാ 3 കൊച്ചുങ്ങളെ ഉണ്ടാക്കി. പിന്നെ ഏരിയമ്മച്ചിയുടെ മരണത്തോടെ മൂപ്പര് പെട്ടിയെടുത്ത് മലയിറങ്ങിയതാ. പിന്നെ പിള്ളേരെല്ലാം പല വഴിക്കായല്ലേ. അതെന്ത് പറ്റിയത്? ആ മോനച്ചന്റെ സ്വഭാവം അറിയാലോ. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അല്ലാതെ ഇട്ടിച്ചൻ്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. അതെന്ത് തെറ്റ്? അതിപ്പോ അപ്പനും മക്കളും ഒക്കെ ആവുമ്പോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ കുടുംബത്തിൽ. എന്ത് പ്രശ്നം? പതുക്കെ പറ. മരിച്ച വീടാ ഇത്. ഇങ്ങോട്ട് വന്ന് ചേച്ചൻ എത്ര പ്രാവശ്യം വിളിച്ചാന്ന് കാണാൻ വരാൻ പറഞ്ഞിട്ട് വരാൻ പറ്റാഞ്ഞോണ്ടല്ലേടി. ആതുരസേവനം വീട്ടിൽ നിന്നല്ലേ സാറാമ്മയെ തുടങ്ങേണ്ടത്. എന്നാ നിങ്ങൾ സംസാരിച്ചിരി. ഞാൻ പോയേ മാണിയെ കണ്ടേച്ചും വരാം. സത്യം പറ, നീ ആരെയൊക്കെ എന്റെ വീട്ടിൽ നീ പറഞ്ഞ പ്രശ്നമൊന്നല്ല ഇവന് കഴപ്പാണ്. എനിക്കത് ഇപ്പോഴല്ലേ മനസ്സിലായത്. സത്യം പറയട്ടെ, മറ്റേ ജാടത്തേണ്ടില്ലേ സീരിയലുകാരൻ, അവനൊന്ന് വീട്ടിൽ കയറ്റിയെടുത്തിട്ടാണ് തളയേക്കണ ആവശ്യം എനിക്കില്ലടാ. നീ കൈവിട്. ഓക്കെ. എല്ലാത്തിനും അടിച്ച് പുറത്താക്കണം. എക്സ്ക്യൂസ് മീ, ഇത് എൻ്റെ ഫെഗാണ്. ജവനെ സമ്പത്തെ അപ്പൊ നടക്കട്ടെ. നിനക്ക് സമാധാനമായല്ല. ഇനിയെങ്കിലും പറ, എന്താ നിന്റെ പ്ലാൻ? അത് പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്നുള്ളതിലുപരി നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഒരു റീയൂണിയനാണ് ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേട്ടാ, റീയൂണിയൻ എൻ്റെ വീട്ടിൽ. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ ഫൈസലേ? എന്താണ് നീ എന്താണ് ഹാപ്പി ആവാത്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ വല്ല റിസോർട്ടിൽ വെച്ച് പരിപാടി നടത്താൻ. നീ എന്നോട് പറഞ്ഞത് റിയൂണിയനാണ്. അതിന് സർപ്രൈസ് അല്ലേ? നിന്റെ മറ്റടുത്ത സർപ്രൈസ് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോളും അല്ലേ? ഇപ്പൊ മനസ്സിലായി? ഞാൻ ഇനി ഇറങ്ങില്ല. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി ഇറങ്ങില്ല. ഓപ്പിലെ സെറ്റ് കൊണ്ട് ഇപ്പൊ ഇറങ്ങണം. ശക്തിമാനെ ടീഷർട്ട് ഇറങ്ങണം ബർത്ത്ഡേക്ക്. ശക്തിമാനാ? 12,000 രൂപ കൊടുത്ത് വെർസാച്ചയുടെ ടീഷർട്ട് ശക്തിമാനാ? പോടാ പട്ടി. പട്ടിയാ? കിടക്കാൻ സമയത്ത് എണീക്ക്. തുറന്ന് തരാടാ. എന്താണ് പ്രശ്നം? എടാ സമ്പത്തെ, ഇവരാരും വരുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ. അടുത്തിനി ആരാണ്? ഹാപ്പി ബർത്ത്ഡേ ജോയ്മോൻ. ഹായ് സമ്പത്ത്. Same to you.